മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിൻ്റെ അതിസുഖം അനുഭവമായാൽ മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, അഖിലാത്മനാഥനല്ലയോ, അഖിലലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ, ആശ്രിതവത്സലനല്ലയോ, എൻ്റെ ശ്വാസരൂപനല്ലയോ, ആശ്രിതവത്സലനല്ലയോ, എൻ്റെ ആശ്വാസരൂപനല്ലയോ, ആനന്ദവല്ലഭനല്ലയോ, എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ, ആനന്ദവല്ലഭനല്ലയോ, എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ. അഖിലാത്മനാഥനല്ലയോ, അഖിലലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖിലലോകേശ്വരനല്ലയോ.
പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി പ്രത്യേക സങ്കല്പമായി പ്രാർത്ഥിച്ചിടുന്നു നാഥ പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി പ്രത്യേക സങ്കല്പമായി പ്രാർത്ഥിച്ചിടുന്നു നാഥ പ്രത്യക്ഷ ജ്ഞാനങ്ങളെ എങ്ങും ഈ ഭൂവിൽ നൽകാൻ പ്രത്യക്ഷ ജ്ഞാനങ്ങളെ എങ്ങും ഈ ഭൂവിൽ നൽകാൻ പ്രത്യക്ഷമായി നാഥൻ എന്നും വസിച്ചിടണേ പ്രത്യക്ഷ ജ്ഞാനങ്ങളെ എന്നും ഈ ഭൂവിൽ നൽകാൻ പ്രത്യക്ഷമായി എന്നും വസിച്ചിടണേ പ്രത്യക്ഷമായി നിന്നു ഭക്തരെ രക്ഷിക്കുവാൻ പ്രത്യക്ഷമായി നിന്നു ഭക്തരെ രക്ഷിക്കുവാൻ പ്രത്യക്ഷ ദൈവമേ നീ എന്നും വസിച്ചിടണേ പ്രത്യക്ഷമായി നിന്നു ഭക്തരെ രക്ഷിക്കുവാൻ പ്രത്യക്ഷ ദൈവമേ നീ എന്നും വസിച്ചിടണേ പ്രത്യക്ഷ ശക്തിയായി പ്രത്യക്ഷ ശാന്തിയായി പ്രത്യക്ഷ ശക്തിയായി പ്രത്യക്ഷ ശാന്തിയായി പ്രത്യക്ഷ ദൈവമേ നീ എന്നും വസിച്ചിടണേ പ്രത്യക്ഷ ശക്തിയായി പ്രത്യക്ഷ ശാന്തിയായി പ്രത്യക്ഷ ദൈവമേ നീ എന്നും വസിച്ചിടണേ നേർച്ചകൾ സ്വീകരിച്ചു വാഴണേ ദീർഘകാലം നേർച്ചകൾ സ്വീകരിച്ചു വാഴണേ ദീർഘകാലം നേർച്ചകൾ സ്വീകരിച്ചു വാഴണേ ദീർഘകാലം നേർച്ചകൾ സ്വീകരിച്ചു വാഴണേ ദീർഘകാലം ആത്മാവിൻ രക്ഷയ്ക്കായി ഭൂമിയിൽ വാഴണമേ നേർച്ചകൾ സ്വീകരിച്ചു വാഴണേ ആത്മാവിൻ രക്ഷയ്ക്കായി ആത്മാവിൻ രക്ഷയ്ക്കായി ഭൂമിയിൽ വാഴണമേ സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു
സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ആനന്ദം ആദിനാഥൻ നൽകുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ ആനന്ദം ആദിനാഥൻ നൽകുന്നു. ആദിനാഥനല്ലാതെ സുഖം നൽകുവാനില്ലാരുമേ. ആത്മനാഥനല്ലാതെ സുഖം നൽകുവാനില്ലാരുമേ. ആദിനാഥന്റെ അവതാരം കലിയുടെ ഖഡ്ഗിയായിട്ട്. ആത്മനാഥനല്ലാതെ സുഖം നൽകുവാനില്ലാരുമേ. ആദിനാഥന്റെ അവതാരം കലിയുടെ ഖഡ്ഗിയായിട്ട്. നമ്മൾ നടത്തുന്ന ഈ സ്തുതി, ഇന്ന് നടത്തപ്പെടുന്ന ഈ സ്തുതി, ഇതിന്റെ നാമം യുവജന സ്തുതി എന്നാണ്. ഇതിന്റെ നാമം യുവജന സ്തുതി എന്നാണ്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാവരും യുവാക്കളല്ല. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാവരും യുവാക്കളല്ല. അത് തീരുമാനിച്ച് തുടക്കം കുറിച്ച സമയം മുതലേ, അത് തീരുമാനിച്ച് തുടക്കം കുറിച്ച സമയം മുതലേ അങ്ങനെ ഒരു പ്രത്യേക നിർബന്ധത്തോടു കൂടിയല്ല, അങ്ങനെ ഒരു പ്രത്യേക നിർബന്ധത്തോടു കൂടിയല്ല, എന്നാൽ അതിനൊരു പ്രാധാന്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തുടക്കം കുറിച്ചത്. എന്നാൽ അതിനൊരു പ്രാധാന്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അതിന് തുടക്കം കുറിച്ചത്. യുവതി യുവാക്കൾ ഈ ആത്മീയമായ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും ആശ്രയവും ആർത്തിയും ഉള്ളവരായി വരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തീരുമാനിച്ച് നടപ്പാക്കിയത്. അതിനാണ് ഇങ്ങനെ ഒരു നാമം ഇതിന് കൊടുത്തത്. ഒരു ഏകദിന സ്തുതിയാണ് നടത്തുന്നത്. ഈ പ്രഭാതം മുതൽ അടുത്ത പ്രഭാതം വരെയാണ് ഇതിന്റെ സമയം. അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച, ഏഴാമത്തെ വെള്ളിയാഴ്ച ആചരിച്ചു. ഇന്ന് നമ്മൾ യുവജന സ്തുതിയിലേക്ക് പ്രവേശിച്ചു. നാളെ ഞായറാഴ്ചയും പൂരംപക്ക നാളുമാണ്. അപ്പോൾ പുണ്യങ്ങളുടെ ഒരു സഞ്ചയം തന്നെയായി ഈ 3 വിശുദ്ധ ദിനങ്ങളും നമുക്ക് ഭഗവാൻ ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതും പുണ്യമാണ്, മഹാഭാഗ്യമാണ്. എങ്ങനെയാണെങ്കിൽ ഇതിനെ അറിഞ്ഞ് ആശ്രയിക്കുകയാണെങ്കിൽ ഇത് പുണ്യമാണ്. ഏത് കാര്യവും അതിൻ്റെതായ നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണാവസ്ഥ ആത്മാവിൽ അനുഭവമാകുന്നത്. അല്ലെങ്കിൽ അത് അനുഭവമാവുകയില്ല. ഒരു ഓളം തള്ളുന്ന പോലെ ഇങ്ങനെ പോകുമെന്നല്ലാതെ അനുഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആത്മാവിന്റെ സുഖം വർദ്ധിച്ച് ആനന്ദത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഈ നിയമങ്ങളെല്ലാം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഓർമ്മയോടുകൂടി വേണം നമ്മൾ സ്തുതിയിൽ ഇടപെടുവാൻ. ഇപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ആദ്യം കീർത്തിച്ച കീർത്തനം പോലെ സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു. അടുത്ത വരി പാടൂ. അതിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കുന്നത് ആരാണ്? അവരവരാണ് അല്ലേ? നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താണ് തരുന്നത്? നമ്മൾ ഇതിന്റെ സങ്കല്പം എന്താണ്? വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ 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 ദീർഘകാലം വാഴണമേ വാഴണമേ ആത്മലോക രക്ഷയ്ക്ക്
ആത്മലോക രക്ഷയ്ക്കായി ദീർഘകാലം വാഴണമേ. ബ്രഹ്മജ്ഞാനത്തെ എൻ്റെ ആത്മാവിൽ അനുവദിക്കാൻ, ബ്രഹ്മജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനത്തെ എൻ്റെ ആത്മാവിൽ അനുവദിക്കാൻ, ബ്രഹ്മജ്ഞാന സ്വരൂപൻ ദീർഘകാലം വാഴണമേ. ബ്രഹ്മജ്ഞാനത്തെ എന്നെ ആത്മാവിൽ അനുവദിക്കാൻ, ബ്രഹ്മജ്ഞാന സ്വരൂപൻ ദീർഘകാലം വാഴണമേ. കഷ്ടത തീർത്തിടുവാൻ, ദുഃഖങ്ങൾ തീർത്തിടുവാൻ, കഷ്ടത തീർത്തിടുവാൻ, ദുഃഖങ്ങൾ തീർത്തിടുവാൻ, കഷ്ടത ഇഷ്ടമോടെന്നുമെന്നും ഭൂതലത്തിൽ വാഴണമേ. കഷ്ടങ്ങൾ തീർത്തിടുവാൻ, ഇഷ്ടമോടെന്നുമെന്നും ഭൂതലത്തിൽ ആത്മാവിൽ വാഴണമേ, ആത്മജ്ഞാനമേ കിടണേ. ആത്മാവിൽ വാഴണമേ, ആത്മജ്ഞാനമേ കിടണേ. ആത്മാവിൻ്റെ ഉടമസ്ഥനെ ഭൂതലത്തിൽ വാഴണമേ. ആത്മാവിൽ വാഴണമേ, ആത്മജ്ഞാനമേ കിടണേ. ഇങ്ങനെയുള്ള വിവിധ ഉദ്ദേശങ്ങളോടെ അഥവാ ലക്ഷ്യങ്ങളോടെ ചിന്തിച്ചാൽ ദൈവം ലോകത്തിൽ വാഴേണ്ടത് ആവശ്യമാണെന്ന് ചിന്തയുള്ളവർക്ക് ബോധ്യമാകും. അങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ദൈവത്തിന്റെ വാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ സ്തുതിയുടെ സങ്കല്പം ദൈവവാഴ്ച ലോകത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനപ്പുറമായ ഒരു ചിന്തയോ അതിനപ്പുറമായ ഒരു സങ്കല്പമോ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഒരാൾക്ക് ചെയ്യുവാനില്ല. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. കാരണം ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചാലും, ഇനി ആത്മാവിന്റെ ആനന്ദത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും, ദൈവവാഴ്ചയ്ക്ക് വേണ്ടി സങ്കല്പിക്കുന്നത് പോലുള്ള തീവ്രതയോ ശക്തിയോ ഫലമോ ഒന്നിനും ഉണ്ടാവുകയില്ല. ശക്തിയോ ഫലമോ ഒന്നിനും ഉണ്ടാവുകയില്ല. മറ്റൊരു സങ്കല്പങ്ങൾക്കും ഉണ്ടാവുകയില്ല. അത്ര തീവ്രമായ ഒരു സങ്കല്പത്തിലേക്ക്, അത്ര ഫലപ്രദമായ ഒരു സങ്കല്പത്തിലേക്ക് തന്റെ സന്താനങ്ങളെ അണിചേർക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാകാരുണ്യമാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക്
ആർത്തിയോടുകൂടി ഭഗവത്പാദത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. നമുക്ക് ആർത്തിയോടുകൂടി ഭഗവത്പാദത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. അപ്പോൾ ഈ ചെയ്യുന്ന സ്തുതി, ഈ ഏകദിന സ്തുതി, ഈ യുവജന സ്തുതി ഏത് പ്രകാരത്തിൽ നിങ്ങളിലേക്ക് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് നിങ്ങൾ അതിനെ ആഗ്രഹിക്കേണ്ട. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഈ സങ്കല്പവും പ്രാർത്ഥനയും മാത്രം മതി. അതിനെന്ത് വേണം? ആ ഏകാന്ത ചിന്തയോടുകൂടി ഇരുന്ന് ഏകാത്മനാഥനെ സ്തുതിക്കണം. യാതൊരു ലോകവിചാരങ്ങളും ഇല്ലാതെ, യാതൊരു വിരുദ്ധ ചിന്തകളില്ലാതെ, അന്യവിചാരം അകത്തു കടക്കാതെ, ആ അകതാരിൽ വാഴുന്ന ഗുരുരൂപത്തെ ദർശിച്ചുകൊണ്ട് തിരുനാമങ്ങൾ സ്തുതിക്കുമ്പോൾ തിരുമേനി എഴുന്നള്ളി നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതാണ് സ്തുതിക്കുന്നവർക്ക് ആനന്ദം ആദിനാഥൻ നൽകുന്നു എന്ന് പറയുന്നത്. ആദിനാഥൻ അല്ലാതെ അവതാരം ആരുമില്ല. കലിയുഗത്തിൽ അവതാരമായി വന്ന ആദിനാഥൻ ഈ ലോകത്തിൽ എന്നും വാഴണമെന്ന സങ്കല്പത്തോടുകൂടി നമ്മൾ സ്തുതിക്കുമ്പോൾ സർവശക്തിയാ സ്തുതിയെ സ്വീകരിക്കും. ലോകരക്ഷയ്ക്കായി ലോകത്തിൽ വാഴും. അങ്ങനെ വാഴുവാനും ഉന്നതമായ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കുവാനും സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അർപ്പിച്ച ഓരോ നേർച്ചകളും കാഴ്ചകളും എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ നേർച്ചകൾ അർപ്പിക്കുമ്പോഴും ആ നിഷ്കളങ്ക ഭക്തിയോടുകൂടി അർപ്പിച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ 4 പേര് കാണെ ഓരോന്ന് കൊണ്ടുവന്ന് ഇവിടെ അർപ്പിച്ചു എന്ന് വിചാരിച്ച് ദൈവം സ്വീകരിക്കുകയില്ല. ആ ദൈവനിയമപ്രകാരം ജീവിച്ചുകൊണ്ട് പരോപകാരാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് പരമാത്മാവേ അങ്ങേ കാരുണ്യം എനിക്കുണ്ടാകണമേ എന്ന യാചനയോടുകൂടി ആരെല്ലാം എന്തെല്ലാം അർപ്പിച്ചു അതെല്ലാം ഈശ്വരൻ സ്വീകരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ഓരോന്നും സാധ്യമാകുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ മതി. എല്ലാം ലോകത്തിൽ സാധ്യമായിക്കൊള്ളും. അങ്ങനെ സാധ്യമാകും എന്ന് വിശ്വാസവും അനുഭവമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ആ അനുഭവ ഗുണനിധിയാകുന്ന ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ സ്തുതിക്കുന്നത്. അവിടെ ഗോഷ്ഠികളൊന്നും പാടില്ല, യാതൊരു വിക്രിയകളും പാടില്ല. അച്ചടക്കത്തോടുകൂടി ഇരുന്നു കൊണ്ട് തിരുനാമങ്ങൾ സ്തുതിക്കണം. ഇന്ന് പകലും രാത്രിയിലും ഇരുന്ന് സ്തുതിക്കുമ്പോൾ നാളെ പ്രഭാതത്തിൽ പൂരം നക്ഷത്രത്തിന്റെ തുടക്കത്തോടുകൂടിയാണ് ഇത് സമർപ്പിക്കുന്നത്. ഇത്രയും സമയം നടക്കുന്ന ഓരോ യാമങ്ങളിലും വളരെ കൃത്യതയോടുകൂടി പങ്കെടുക്കുന്നവർക്ക് മാത്രമേ അനുഭവ സുഖത്തിൽ എത്താൻ കഴിയുള്ളൂ. ദൈവത്തിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിന്റെ അനുഭവം എന്ന് പറയുന്നത്. കാരുണ്യം കൈപ്പറ്റാൻ കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നും ലഭിക്കുവാനില്ല. ആ ഉന്നതമായ മഹാഭാഗ്യം, ആ മഹാകാരുണ്യം, വഴിഞ്ഞൊഴുകുന്ന മഹാസമ്പത്ത് അത് കരസ്ഥമാക്കുവാനായി നിങ്ങൾ സ്തുതിക്കുക. ഓരോ യാമത്തിന്റെയും പ്രാരംഭത്തിൽ ആ ഉപദേശം ധ്യാനിക്കുകയും നവാക്ഷരി മന്ത്രം ഉച്ചരിക്കുകയും വേണം. അപ്പോഴുള്ള ആളുകൾ ചേർന്ന് സമാപന സമയത്ത് ഇതിനുള്ളിൽ ഒരു പ്രദക്ഷിണവും ചെയ്യാം. അതുപോലെ വൈകുന്നേരവും പ്രദക്ഷിണം ആശ്രമത്തിന് വെളിയിൽ നടത്താം. ആ വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോഴുള്ള ആളുകളെ ഒരു 3 വിഭാഗമായി 3 യാമങ്ങളായി തിരിക്കാം. അതിനനുസരിച്ച് ഇവിടെ പേര് നമ്മുടെ ഗീതാ
ഗീതാനന്ദ സ്വാമി കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കും. അതനുസരിച്ച് പേര് ഗീതാനന്ദ സ്വാമി കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കും. ഓരോരുത്തരുടെയും പേരല്ല, ഓരോ പ്രദേശത്തിന്റെ പേരനുസരിച്ചായിരിക്കും വിളിക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെ പേരനുസരിച്ചായിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഇനി ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് എത്രയും വേഗം കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് ആ യാമം തീരുമാനം ചെയ്ത് ഇവിടെ വിളിച്ചറിയിക്കുന്നതാണ്. അതുവരെയും ഇത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ നടത്തുക. ഒരു യാമത്തിലുള്ള ആളിന് മറ്റൊരു യാമത്തിൽ കൂടെ കയറി ഇരിക്കണമെന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവരവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന യാമത്തിൽ കയറാതിരിക്കരുത്, അത് തെറ്റാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ യാമത്തിൽ കയറിയതുകൊണ്ട് ഇതിൽ കയറുന്നില്ല എന്ന് തീരുമാനിക്കരുത്. രണ്ട് യാമത്തിൽ ഒരുമിച്ച് കയറി എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി മൂന്നിലും കയറിയാലും തെറ്റൊന്നുമില്ല. അപ്പൊ എല്ലാ യാമത്തിലും കയറാം, എല്ലാ യാമത്തിലും സ്തുതിക്കാം. പക്ഷേ അവരവരുടെ യാമത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ആ വിധത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി യാമത്തിൽ ഇടപെടുക. അതുപോലെ കുഞ്ഞുങ്ങൾ അനവധി വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ താരാസു നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കാറില്ല. ഇതിന് അങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലാതെ ഈ നിയമപ്രകാരം ജീവിക്കുന്ന ഏവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്തുതി നടത്തുന്നത്. ഇതിന് വ്രതമായി സ്വീകരിക്കുന്നത് 12 വെള്ളിയാഴ്ചയുടെ വ്രതമാണ്. ചുരുക്കം ചില ആളുകൾ പ്രത്യേകമായി വ്രതം എടുക്കുന്നുണ്ടെന്ന് മാത്രം, അല്ലാതെ പൊതുവായിട്ട് ഇതിനൊരു വ്രതം പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ഈ അനുഷ്ഠിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതം ഈശ്വരന്റെ വാഴ്ചയ്ക്ക് വേണ്ടി സങ്കല്പിച്ചുകൊണ്ടാണല്ലോ എടുക്കുന്നത്. അത് കൃത്യമായിട്ട് എടുക്കുന്നവർക്കെല്ലാം ഈ സ്തുതിയിൽ പങ്കെടുക്കാവുന്നതും അനുഭവം ലഭിക്കാവുന്നതുമാണ്. പങ്കെടുക്കാവുന്നതും ആ വിധത്തിൽ നിങ്ങൾക്കെല്ലാം ലഭിച്ചുകൊള്ളും. പക്ഷേ കൃത്യമായിട്ട് ഇത് കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മുതിർന്നവരൊരു ശ്രദ്ധയുണ്ടാവണം. ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ഓടാനോ അടിപിടി കൂടാനോ കളിക്കാനോ ഒന്നും അവസരം കൊടുക്കരുത്. കാരണം ഇങ്ങനെ ഒരു നിയമത്തെ പ്രഖ്യാപിച്ച് ഇത് നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരായി ആദ്യം ഒരുക്കപ്പെടുന്ന സൂക്ഷ്മ ശക്തികളാണ്. ആ സൂക്ഷ്മ ശക്തികൾ ഒരുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്നു ചേരാൻ ഇടയാകുന്നത്. ഇതിൽ വരാൻ കഴിയാതെ ഇരിക്കുന്നവരും അനേകരുണ്ട്. ആ വിധത്തിൽ ഇതെല്ലാം ഒരുക്കുന്നത് സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്ന ദൂതന്മാരാണ്. ആ ദൂതന്മാരുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാകും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് തട്ടും മുട്ടും അടിയൊന്നും വാങ്ങിക്കാൻ ഇടയാവരുത്. വളരെ സൂക്ഷിച്ചു വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യുവാൻ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അത്രത്തോളം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് പല വിധത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ നിസാരമായിട്ടൊരു പ്രദക്ഷിണം നടക്കുകയാണെങ്കിൽ പോലും ഇവിടെ നിസാരമല്ല ഒന്നും, എങ്കിലും കാണുന്നവർക്ക് ഒരു 10-15 പേര് കയറുന്ന ഒരു പ്രദക്ഷിണം നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ കൂടി ആവശ്യമില്ലാതെ ഓടിയാൽ പോലും തട്ട് കിട്ടാറുണ്ട്. കിട്ടുന്നവരറിയില്ല. കുറച്ചു കഴിയുമ്പോൾ ആലോചിക്കും, ഭഗവാനെ ഞാനിത് എന്ത് ചെയ്തിട്ടാ എനിക്കിപ്പോ ഇങ്ങനെ വന്നതെന്ന് ചിന്തിക്കും. അപ്പൊ ഓർക്കത്തില്ല ഞാൻ അവിടെ പ്രദക്ഷിണം നടന്നുകൊണ്ടിരുന്നപ്പോ മുമ്പേ കൂടെ ഒന്ന് കുറുക്ക് ചാടിയായിരുന്നു, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ആശ്രമത്തിൽ ഇരുന്നിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ചിരുന്നു. ഇതൊന്നും ആരും ചിന്തിക്കുകയില്ല. ഇവിടെ വന്നു ചേരുമ്പോൾ ആ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അതിനകത്ത് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ട്. തമ്മിൽ കാണുമ്പോൾ ഒരു കൗതുകവും ഒരു ആകർഷണവും ഒക്കെ തോന്നിയേക്കാം. അതൊന്നും ഈ ആത്മബോധോദയ സംഘത്തിനുള്ളിൽ പാടില്ല. എല്ലാ വിധത്തിലും ഈശ്വരന്റെ ആ മഹാചൈതന്യത്തെ ആത്മാവിന്റെ ചൈതന്യമായി
ലൈംഗികമായി ദൃശ്യമാകുവാൻ തക്ക വിധത്തിൽ ആ സൂക്ഷ്മശക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. ആ സൂക്ഷ്മശക്തിയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ആ സൂക്ഷ്മശക്തി അവതാരമായി വന്ന സമയത്ത് ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. 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 പുണ്യമായി വന്നവരാരാണ്? പുണ്യമായി വന്നവരും ഇനി മേലിൽ വരുവാനായുള്ളവരും എന്നൊരു വരിയില്ലേ? ഈ പുണ്യമായി വന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? മുൻപ് വന്ന പുണ്യജന്മങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകോപകാരമായി അനേകം കാര്യങ്ങൾ നിർവഹിച്ച വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും മഹർഷിമാരും അതുപോലെ താപസന്മാരും ഇതൊക്കെ പുണ്യജന്മങ്ങളാണ്. അങ്ങനെ പുണ്യമായി വന്നവര്, വന്ന് ലോകത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് കടന്നുപോയവര്, ഇനി വരുവാനായി അവശേഷിക്കുന്നവരുമുണ്ട്. പുണ്യമായി വന്നവരും ഇനി മേലിൽ വരുവാനായുള്ളവരും തന്നോടുകൂടെയുണ്ട്, തനിക്കെന്നും കൂട്ടായി കൂടെയുണ്ട്. തന്നോടുകൂടെയുണ്ട്, തനിക്കെന്നും കൂട്ടായി കൂടെയുണ്ട്. തന്നോടുകൂടി നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യർക്കാർക്കും കഴിയില്ല. എണ്ണിയാലൊടുങ്ങാത്ത സൂക്ഷ്മ ശക്തികൾ തന്നോടുകൂടെയുണ്ട്. അപ്പൊ അവരെല്ലാം ഒത്തുചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്നവരുണ്ട്, വരാനുള്ളവരുണ്ട്, വന്നിട്ട് പോയവരുണ്ട്. അങ്ങനെ പല വിധത്തിലാണ്. ഇതെല്ലാം കൂടി ചേർന്ന് നിന്നാണ് ഈ അവതാരം രൂപപ്പെട്ട് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ അനുസരിക്കാൻ കഴിയില്ല. ഈ അറിവുകളെ ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ആ അവതാര
കാലം ഭാഗ്യകാലമാണെന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകണം. യുഗകാലം ഭാഗ്യകാലമാണെന്നുള്ള ആ കലിയുഗ അവതാരം എത്ര ആനന്ദം! എന്തുകൊണ്ട്? ആനന്ദിപ്പാനുള്ള സർവ്വവ്യവസ്ഥകളും അവതാരത്തിൽ നിന്ന് ഉത്ഭവിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവതാരം ആനന്ദത്തിന്റെ തനിരൂപമാണ്. അങ്ങനെ സമ്പൂർണ്ണാനന്ദ രൂപമാകുന്ന ഗുരുവിനെ ആ അറിവിൽ കൂടി ആശ്രയിച്ച് സ്തുതിച്ചാൽ എന്നും വാഴും, എപ്പോഴും വാഴും. ആർക്കും കാണുവാനും ആർക്കും അനുഭവിക്കുവാനും തക്ക വിധത്തിൽ കരുണയോടുകൂടി വാഴും. കരുണയോടുകൂടി കലിയുഗത്തിൽ വന്ന പരപുരുഷനല്ലോ സത്യശുഭാനന്ദം. കരുണയോടുകൂടി കലിയുഗത്തിൽ വന്ന പരപുരുഷനല്ലോ സത്യശുഭാനന്ദം. കരുണയോടുകൂടി കലിയുഗത്തിൽ വന്ന പരപുരുഷനല്ലോ സത്യശുഭാനന്ദം. കളങ്കമില്ലാതുള്ള ജ്ഞാനങ്ങളെ നൽകാൻ കലിയുഗത്തിൽ വന്നു സമ്പൂർണമാം ജ്ഞാനം. കളങ്കമില്ല കലിയുഗത്തിൽ വന്നു സമ്പൂർണമാം ജ്ഞാനം. ജ്ഞാനമതു നൽകി തത്വമതു ഓതി തത്വരൂപമാക്കും സത്യശുഭാനന്ദം. ജ്ഞാനമതു ജ്ഞാനമതു നൽകി തത്വമതു ഓതി തത്വരൂപമാക്കും സത്യശുഭാനന്ദം. ജ്ഞാനമതു നൽകി ജ്ഞാനമതു നൽകി തത്വമതു ഓതി തത്വരൂപമാക്കും സത്യശുഭാനന്ദം. തത്വരൂപമായാൽ സൽഗുണങ്ങൾ കാണാം. സൽഗുരുവിൻ രൂപം ഉള്ളിലായി കാണാം. 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 സൽഗുരുവിൻ രൂപം ഉള്ളിലായി കണ്ടാൽ ആദിയന്തമില്ല താനന്ദമാം വാഴ്ച. സൽഗുരുവിൻ രൂപം ഉള്ളിലായി കണ്ടാൽ ആദിയന്തമില്ല താനന്ദമാം വാഴ്ച. സൽഗുരുവിൻ രൂപം ഉള്ളിലായി കണ്ടാൽ ആദിയന്തമില്ല താനന്ദമാം വാഴ്ച. സൽഗുരുവിൻ രൂപം ഉള്ളിലായി കണ്ടാൽ ആദിയന്തമില്ല
അനുഭവമാകണമെങ്കിൽ സദ്ഗുരുവിന്റെ കാരുണ്യമില്ലാതെ കഴിയുകയില്ല. ആനന്ദമാത്മാവിൽ അനുഭവമാകണമെങ്കിൽ സദ്ഗുരുവിന്റെ കാരുണ്യമില്ലാതെ സാധ്യമല്ല. ആ കാരുണ്യമാണ് സർവജ്ഞാനമായി നൽകുന്നത്. ആ കാരുണ്യമാണ് സർവജ്ഞാനമായി ആ നൽകുന്നത്. ജ്ഞാനകർമ്മങ്ങളിലൂടെ സൽഗുണങ്ങൾ ആത്മാവിൽ കാണണം. ജ്ഞാനകർമ്മങ്ങളിലൂടെ സൽഗുണങ്ങൾ ആത്മാവിൽ കാണണം. സൽഗുണങ്ങളിലൂടെ തത്വരൂപം കാണണം. സൽഗുണങ്ങളിലൂടെ തത്വരൂപം കാണണം. തത്വരൂപമാണ് ഗുരുവിന്റെ രൂപം. തത്വരൂപമാണ് ഗുരുവിന്റെ അങ്ങനെ ഗുരുവിന്റെ രൂപം കണ്ടാൽ ആത്മാവിൽ ആനന്ദം ഉണ്ടാകും. അങ്ങനെ ഗുരുവിന്റെ തിരുരൂപം കണ്ടാൽ ആത്മാവിൽ അതിനുവേണ്ടി അവതരിപ്പിച്ച് അറിയിച്ചിരിക്കുന്ന ഈ അറിവും ആദർശവും അതിനുവേണ്ടി അവതരിപ്പിച്ച് അറിയിച്ചിരിക്കുന്ന ഈ അറിവും ആദർശവും എപ്രകാരം ഓരോ ഹൃദയങ്ങളിലും ഏറ്റെടുത്ത് കർമ്മിക്കുന്നുവോ ജീവിക്കുന്നുവോ പ്രകാരം ഓരോ ഹൃദയങ്ങളിലും ഏറ്റെടുത്ത് കർമ്മിക്കുന്നുവോ ജീവിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ അനുഭവം ലഭിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും അതിന്റെ അനുഭവം ലഭിക്കുന്നത്. അല്ലാതെ ഒരു ഊഴിയംപോക്കലിന് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടിയത് കൊണ്ടൊന്നും ഈശ്വരൻ കടാക്ഷിക്കുകയില്ല. അല്ലാതെ ഒരു ഊഴിയംപോക്കലിന് വേണ്ടി ഓരോന്നും കാണിച്ചു കൂട്ടിക്കൊണ്ടൊന്നും ഈശ്വരൻ സ്വീകരിക്കും. പല ആളുകളും പണ്ട് കഴിഞ്ഞ വാഴ്ചയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ തിരുവാഴ്ചയിൽ കൽപ്പിച്ചതുപോലെ വിപ്ലവാരിഷ്ടം വെച്ചിട്ട് ജീരകാരിഷ്ടത്തിന്റെ ലേബൽ ഒട്ടിക്കുന്നത് പോലെയാണ്. വിപ്ലവാരിഷ്ടം വെച്ചിട്ട് ജീരകാരിഷ്ടത്തിന്റെ ലേബൽ ഒട്ടിക്കുന്നത്. വിപ്ലവാരിഷ്ടം എന്ന് പറയുമ്പോൾ ഏതാണ്ട് വാറ്റിയാരായത്തിന്റെ ഒരു പ്രയോജനമാണ് പലർക്കും. വിപ്ലവാരിഷ്ടം എന്ന് പറയുമ്പോൾ വാറ്റിയാരായത്തിന്റെ പ്രയോജനമാണ് പലർക്കും. അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യും. അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും അപ്പൊ അതിന് കൂടുതൽ പൈസ ലഭിക്കും. അതിന് കൂടുതൽ പൈസ. വൈദ്യന്മാർക്ക് കച്ചവടം നടക്കാൻ വേണ്ടി അവരത് കൂടുതൽ ഉണ്ടാക്കും. വൈദ്യന്മാർക്ക് കച്ചവടം നടക്കാൻ വേണ്ടി കൂടുതൽ. ഇപ്പൊ നമ്മുടെ ഒരു വൈദ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതൊന്നും ചെയ്യുന്ന ആളല്ല, അങ്ങനെ കൊടുക്കുകയുമില്ല. അതങ്ങനെ ഉള്ളവരല്ല. ഈ വിധത്തിൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ പരിപാടിയാണ് വിപ്ലവാരിഷ്ടം ഉണ്ടാക്കുക. വൈകുന്നേരം ചില ആളുകൾ ഇങ്ങനെ ചെല്ലും രഹസ്യമായിട്ട്. ഇത് 2-3 കുപ്പി ഒരു ഔൺസ് വാങ്ങിച്ചടിക്കുക, എന്നിട്ട് കറങ്ങി അങ്ങ് വീട്ടിലോട്ട് പോവുക. അപ്പൊ അതിന് പുറത്ത് ഒട്ടിച്ചിരിക്കുക എന്തായിരിക്കും എന്നറിയോ? കാരണം ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് ആള് ചെല്ലുമ്പോ എല്ലാം ജീരകാരിഷ്ടമാണ്. കാണുമ്പോ എന്തുവാ ജീരകാരിഷ്ടം, അകത്തെന്തുവാ മഹാവിപ്ലവമാണ്. അതാ പലരുടെ ഉള്ളിൽ ആത്മബോധോദയ സംഘാംഗമാണെന്ന് പേരും യാതൊരു ആത്മീയ ചിന്തയും ഇല്ലാത്ത ജീവിതവും. അവരെ കൊണ്ട് ഈ സ്ഥാപനത്തിനും പ്രയോജനമില്ല, കുടുംബത്തിനും പ്രയോജനമില്ല, അവരവർക്കും പ്രയോജനമില്ല. അതുകൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യരുത്. ഈ ആത്മീയ മാർഗത്തിന് കളങ്കമുണ്ടാക്കുന്ന ചിന്താഗതികളുമായിട്ട് ആരും ഇതിനകത്ത് കടന്നുകൂടരുത്. കളങ്കമുണ്ടാക്കുന്ന ഒരു ചിന്തയും ഉണ്ടാകരുത്. അത് നിങ്ങളെയും നശിപ്പിക്കും, നിങ്ങളുടെ പരമ്പരകളെയും നശിപ്പിക്കും. അതിനിടയാകരുത്. സൂക്ഷ്മാവസ്ഥയിൽ ഇതിനുള്ളിൽ നിൽക്കുന്ന പരിപൂർണ ജ്ഞാനരൂപത്തെ മറച്ച് ആർക്കും ഒരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. പലരുടെയും വിചാരം തിരുമുമ്പിൽ അറിയിച്ചില്ലെങ്കിൽ ആരും ഒന്നും അറിയുന്നില്ലെന്നാണ്. എല്ലാം കാണാൻ കണ്ണുള്ളവനും, എല്ലാം കേൾക്കാൻ ചെവിയുള്ളവനും, എല്ലാം അറിയുവാൻ അറിവുള്ളവനും ആയ അറിവിന്റെ പരിപൂർണ രൂപമാണ് അവതാരമായി വന്ന് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നതെന്നുള്ള പരമസത്യം വേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ട് ജീവിതം ചെയ്യണം. അറിവിൽ കൂടി ജീവിതം ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഉന്നതമായ ഭാഗ്യത്തിലെത്താൻ കഴിയുള്ളൂ. ആ ഉന്നതമായ ഭാഗ്യത്തിൽ എത്തുവാൻ വേണ്ടിയാണ് ഈ ഉന്നതമായ അത്യുന്നതമായ സങ്കല്പത്തെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചത്. ഇതിനപ്പുറമായ ഒരു സങ്കല്പം ഈ പ്രപഞ്ചത്തിലില്ല, ഇഹപരലോകത്തിലില്ല. എന്താണ് സങ്കല്പിക്കുന്നത്? പ്രത്യക്ഷ ദൈവത്തിന്റെ പ്രത്യക്ഷ വാഴ്ചയ്ക്കായി, പ്രത്യക്ഷ ദൈവത്തിന്റെ പ്രത്യേക സങ്കല്പത്തെ പ്രാർത്ഥിച്ചിടുന്നു നാഥാ. പ്രത്യക്ഷ ദൈവത്തിന്റെ
ഈ സങ്കല്പം എപ്പോഴും ഈ സങ്കല്പം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. കാരണം എന്താണ്? കാരണം എന്താണ്? ഇതിനപ്പുറമായ ഒരു സങ്കല്പമില്ല, ഇതിനപ്പുറമായ ഒരു സങ്കല്പമില്ല, ഇതിനപ്പുറമായ ഒരു പ്രാർത്ഥനയില്ല. ഇതിനപ്പുറമായ ഒരു പ്രാർത്ഥന. നമ്മൾ നിഷ്കാമമായി കർമ്മം ചെയ്യണമെന്നും നിഷ്കളങ്ക ഭക്തിയോടെ ജീവിക്കണമെന്നും ഓരോരുത്തരും തീരുമാനിക്കുമ്പോൾ, നിഷ്കാമമായി കർമ്മം ചെയ്യണമെന്നും നിഷ്കളങ്ക ഭക്തിയോട് ജീവിക്കണമെന്നും ഓരോരുത്തരും തീരുമാനിക്കും. അതൊന്നും പെട്ടെന്ന് ആർക്കും സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. അതൊന്നും പെട്ടെന്ന് ആർക്കും സാധിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ദൈവം വളരെ ലളിതമായും മഹാമഹത്വങ്ങളോടുകൂടിയും ഇപ്രകാരം ഒരു നിയമം ലോകത്തിൽ പാസാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നതല്ല. 12 വെള്ളിയാഴ്ച വ്രതം എടുക്കാൻ പറഞ്ഞത് ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. അക്കദാസ്തുതി നടത്തുന്നത് ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. ആചാര്യസ്തുതി നടത്തുന്നത് ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സങ്കല്പം തന്നത്? എന്തെല്ലാം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ഒരു നിമിഷമെങ്കിലും ഉള്ളിന്റെ ഇങ്ങനെ ഒരു തീരുമാനം ഒരു ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്നെ രക്ഷിച്ച എന്റെ ആത്മനാഥൻ ലോകത്തിൽ വാഴേണ്ടത് എന്റെ ആവശ്യമാണെന്നൊരു ബോധമുണ്ടായാൽ, ആത്മാവങ്ങ് പരിപൂർണ പരിശുദ്ധിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പരിശുദ്ധതയിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ പരമപരിശുദ്ധനാകുന്ന ദൈവമാണ് ഇതെല്ലാം ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു അശുദ്ധി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു അലങ്കോലം ആരിൽ നിന്നും ഉണ്ടാകരുത്. നടക്കുന്നത് സ്തുതിയാണെന്നും നടത്തുന്നത് ദൈവമാണെന്നും ഇത് ദൈവ സന്നിധാനമാണെന്നും ഉള്ള പരിപൂർണ ഓർമ്മയോടും ശ്രദ്ധയോടും കൂടി വേണം ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ജീവിക്കാൻ. സ്തുതിക്ക് വേണ്ടി വന്നു എന്ന് പേര് പറഞ്ഞാൽ പോരാ, എല്ലാ കാര്യങ്ങളും ആ സ്തുതിയിലായിരിക്കണം. അത്യാവശ്യമായ പല കാര്യങ്ങളും വെളിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്തുതിക്ക് വന്ന പല ആളുകളും പാചകപ്പുരയിലും കാന്റീനിലും ഒക്കെ ജോലി ചെയ്യുകയാണ്. അവർക്കും അതിൻ്റെതായ അനുഗ്രഹം അവിടെ ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഈ സ്തുതിയിൽ ഇരിക്കുന്നവർക്കുള്ള ഭക്ഷണമാണ് അവർ പാചകം ചെയ്യുന്നത്, അല്ലാതെ വിനോദസഞ്ചാരത്തിന് പോയവർക്കല്ല. ആത്മനാഥനെ സ്തുതിക്കുന്നവർക്കുള്ള ഭക്ഷണമാണ് പാചകം ചെയ്യുന്നത്. അതിനുവേണ്ടി ചെലവ് ചെയ്യുന്നവർക്കും അതിനുവേണ്ടി തയ്യാറാക്കുന്നവർക്കും എല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകും. ആ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ചിന്തയും ബന്ധവും അവർക്കും ഉണ്ടാകണം. അല്ലാതെ അവിടെയും പോയി ഇന്ന് കോലാഹലം കാണിക്കാനല്ല. ഞാൻ പാചകപ്പുരയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ട് അവിടെ ഒരു ബന്ധവും ഇല്ലാതെന്നാൽ ആ ഫലം കിട്ടുകയില്ല. അപ്പൊ എല്ലാത്തിന്റെയും ഉറവിടം എവിടെയാണ്? അവനവന്റെ മനസാക്ഷിയാണ്. ആ മനസാക്ഷിയിലാണ് ദൈവം പരിശോധിക്കുന്നത്. പരിശോധിച്ചറിയുന്ന ഒരു അറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുന്നു. താൻ കാണാത്തതൊന്നുമില്ല, താൻ കേൾക്കാത്തതൊന്നുമില്ല, താൻ അറിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് അതിനെ മറച്ച് ഉള്ള ചിന്തയോ ബന്ധമോ ഉണ്ടാകാതെ പരിശുദ്ധമായ ചിന്തകളോടുകൂടി നിങ്ങൾ സ്തുതി നടത്തുക. അതാണ് ഞാൻ സ്വീകരിക്കുന്നത്, അതാണ് എനിക്ക് സുഖമായി വരുന്നത്, അതാണ് എന്നിൽ പ്രത്യക്ഷമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നത്, അതാണ് നിങ്ങളിൽ ആനന്ദമായി വരുന്നത്. അതുകൊണ്ട് സർവത്ര ആനന്ദം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ സർവശക്തി അനുവദിച്ച ഈ സന്ദർഭം സർവദാ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധരായിരുന്ന നാമസങ്കീർത്തനം സ്തുതിക്കുക. ഇങ്ങനെ നിരന്തരമായ സ്തുതികളിലൂടെ, നിത്യേനയുള്ള സ്തുതികളിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ സ്തുതിയായി മാറുമ്പോൾ സർവസ്തുതികളുടെ ഉടമസ്ഥനാകുന്ന ദൈവം നിങ്ങളുടെ രൂപമായി ലോകത്തിൽ പ്രത്യക്ഷമാകും. അതാണ് അത്ഭുതം. ആ അത്ഭുതമാണ് ലോകത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ അത്ഭുത പുരുഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുത പുരുഷ ഉടമസ്ഥ ലോകത്തിൽ നീ വാഴണമേ. അത്ഭുത പുരുഷ ഉടമസ്ഥ ലോകത്തിൽ
സൽക്കർമ്മങ്ങൾ ചെയ്തിടാം. സൽക്കർമ്മങ്ങൾ ചെയ്തിടാം. സൽക്കർമ്മത്തിൻ ഫലമായുള്ളിൽ തത്വബോധമുദിക്കട്ടെ. സൽക്കർമ്മത്തിൻ ഫലമായുള്ളിൽ തത്വബോധമുദിക്കട്ടെ. സൽക്കർമ്മത്തിൻ ഫലമായുള്ളിൽ തത്വബോധമുദിക്കട്ടെ. സൽക്കർമ്മത്തിൻ ഫലമായുള്ളിൽ തത്വബോധമുദിക്കട്ടെ. തത്വബോധം തത്വചിന്ത സൽഗുണമായി വളരട്ടെ. തത്വബോധം തത്വചിന്ത സൽഗുണമായി വളരട്ടെ. വളരട്ടങ്ങനെ വളരട്ടെ. സൽഗുണമുള്ളിൽ വളരട്ടെ. വളരട്ടങ്ങനെ വളരട്ടെ. സൽഗുണമുള്ളിൽ വളരട്ടെ. വളരട്ടങ്ങനെ വളരട്ടെ. സൽഗുണമുള്ളിൽ വളരട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള ഗുരുരൂപം തെളിയട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള ഗുരുരൂപം തെളിയട്ടെ. വളരട്ടങ്ങനെ വളരട്ടെ. സൽഗുണമുള്ളിൽ വളരട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള ഗുരുരൂപം തെളിയട്ടെ. സദ്ഗുരുരൂപം തെളിയട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള സദ്ഗുരുരൂപം തെളിയട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള സദ്ഗുരുരൂപം തെളിയട്ടെ. കണ്ണാൽ കാണാൻ കഴിയാതുള്ള സദ്ഗുരുരൂപം തെളിയട്ടെ. അത്ഭുതമിതുതാൻ അത്ഭുതമിതുതാൻ ഗുരുരൂപത്തെ കാണുമ്പോൾ. 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 അതുതാൻ എന്നുടെ ഗുരു അവതാരം അത്ഭുത പുരുഷൻ തന്നല്ലോ. അതുതാൻ എന്നുടെ ഗുരു അവതാരം അത്ഭുത പുരുഷൻ തന്നല്ലോ. അതുതാൻ എന്നുടെ ഗുരു അവതാരം അത്ഭുത പുരുഷൻ
പുരുഷൻ തന്നല്ലോ. അത്ഭുതമിതുതാൻ അത്ഭുതമിതുതാൻ ഗുരുരൂപത്തെ കാണുമ്പോൾ. അത്ഭുതമിതുതാൻ അത്ഭുതമിതുതാൻ ഗുരുരൂപത്തെ കാണുമ്പോൾ. അത്ഭുതമിതുതാൻ അത്ഭുതമിതുതാൻ ഗുരുരൂപത്തെ കാണുമ്പോൾ. അത്ഭുതമിതുതാൻ അത്ഭുതമിതുതാൻ ഗുരുരൂപത്തെ കാണുമ്പോൾ. അതുതാൻ എന്നോട് ഗുരുവതാരം അത്ഭുത പുരുഷൻ തന്നല്ലോ. അതുതാൻ എന്നോട് ഗുരുവതാരം അത്ഭുത പുരുഷൻ തന്നല്ലോ. അത്ഭുതം കാണണ്ടേ? അത്ഭുതം കാണണ്ടേ? കാണണോ? എങ്ങനെ കാണും? എങ്ങനെ കാണും? ആദ്യം എന്ത് വേണം? ആദ്യം എന്ത് വേണം? ഈ മായാമറകളൊക്കെ വലിച്ചു കീറണം. മായാമറകളൊക്കെ വലിച്ചു കീറണം. എങ്ങനെ കീറും? എങ്ങനെ കീറും? അറിവാകുന്ന ആയുധത്താൽ കീറിക്കളയണം. അറിവാകുന്ന ആയുധത്താൽ കീറണം. അല്ലാതെ ഇത് കീറുകയില്ല. അല്ലാതെ ഇത് കീറുകയില്ല. കൂടുതൽ കൂടുതൽ കട്ടി പിടിക്കുകയുള്ളൂ. കൂടുതൽ കൂടുതൽ കട്ടിപ്പിടിക്കുകയുള്ളൂ. ഇതെല്ലാം കൊണ്ട് തുടച്ചാലും കട്ടി കൂടുകയുള്ളൂ. എന്തെല്ലാം കൊണ്ട് തുടച്ചാലും കട്ടി കൂടുകയുള്ളൂ. ഇപ്പൊ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു പ്രതലത്തിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പ്രതലത്തിൽ അല്പം മങ്ങലെന്ന് കണ്ടപ്പോൾ അല്പം മങ്ങലെന്ന് കണ്ടപ്പോൾ ആ അറിവില്ലാത്ത ഒരാൾ ചെന്ന് പരുക്കനായ ഒരു സാധനം ഉപയോഗിച്ച് അതിനെ മിനുസപ്പെടുത്താൻ നോക്കി. അറിവില്ലാത്ത ഒരാൾ ചെന്ന് പരുക്കനായ ഒരു സാധനം ഉപയോഗിച്ച് അതിനെ മിനുസപ്പെടുത്താൻ അപ്പോൾ അതിനുള്ള തെളിച്ചം കൂടി ഇല്ലാതായി. അപ്പോൾ അതിനുള്ള തെളിച്ചം. അപ്പൊ അടുത്ത ആൾ വന്ന് വീണ്ടും ഉരസി. അടുത്ത ആൾ വന്ന് വീണ്ടും ഉരസി. അപ്പം കൂടുതൽ അത് പ്രതലം വികൃതമായി മാറി. കൂടുതൽ പ്രതലം വികൃതമായി. എന്നാൽ അറിവുള്ള മനുഷ്യൻ വന്ന് അല്ലെങ്കിൽ അറിവുള്ള വ്യക്തി വന്ന് അതിനുപയോഗിക്കേണ്ട സാധനങ്ങൾ ഉപയോഗിച്ച് ആ നേർമയായ വസ്തുക്കൾ ഉപയോഗിച്ച് നിരന്തരമായി കർമ്മിച്ച് അതിനെ ശുദ്ധീകരിച്ച് മിനുസപ്പെടുത്തി വന്നപ്പോൾ പലതും നമുക്കതിൽ കാണാൻ കഴിയും. ഇതുപോലെ ഹൃദയമാകുന്ന കണ്ണാടിയിൽ ജ്ഞാനമാകുന്ന എണ്ണയൊഴിച്ച് കർമ്മമാകുന്ന തിരിയിട്ട് ആത്മദീപത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടുവന്നാൽ ആത്മാവിൽ കാണാം ആത്മനാഥനെ. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത് എന്റെ ഗുരു അത്ഭുത പുരുഷനാണ്. അതുവരെയും നമ്മൾ പാടുകയാണ് അത്ഭുത പുരുഷനാണെന്ന്. പല കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് അത്ഭുത പുരുഷനാണെന്ന്. പൂർണ്ണമായി നമ്മൾ അനുഭവമാകണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ അത്ഭുത പുരുഷന്റെ രൂപത്തെ തന്നെ തെളിഞ്ഞു കാണണം. അങ്ങനെ തെളിഞ്ഞു കാണുവാനുള്ള വഴി ഉള്ളറിവായി ഓരോരുത്തരിലും നൽകുന്നു ഗുരുനാഥൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ഇതിലേക്ക് ചെലുത്താതെ ഉൾക്കാഴ്ച ഉണ്ടാകുവാനുള്ള തെളിവ് എന്നിൽ എന്നും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. എപ്പോഴും പരിശുദ്ധ ജീവിതം ചെയ്യുക. ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ ഉൾക്കാമ്പിൽ തുള്ളിക്കളിച്ച് വാഴുമാറാകട്ടെ. അതിന്റെ പരിപൂർണ ശ്രദ്ധയോടുകൂടി ഏർപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്റെ കാര്യഗൗരവം അറിഞ്ഞ് ോടുകൂടി വേണം സ്തുതിയിൽ ഇടപെടുവാൻ. വളരെ കൃത്യതയോടുകൂടി നിർവഹിച്ചാലാണ് ഈ ഭാഗ്യമെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ കൃത്യമായി നിർവഹിക്കുവാനും ഈ മഹാഭാഗ്യം അനുഭവിക്കുവാനും ആനന്ദിക്കുവാനും ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സങ്കല്പങ്ങളോടുകൂടി ആയിരിക്കണം ഇതെല്ലാം നടത്തുന്നത്. പ്രധാനമായ സങ്കല്പം ഗുരുവിന്റെ വാഴ്ചയാണ്. അതോടൊപ്പം ഇനി നമുക്ക് നടക്കുവാനുള്ള കർത്തവ്യ വ്രതാചരണം ഭക്തി നിർഭരമായി നടത്തണമേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തീർത്ഥാടന മഹാമഹോന്നതമായി നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മഹാഗോപുരം എത്രയും വേഗം പൂർത്തീകരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനായി നിയോഗിച്ചിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും
സ്ഥപതികളെയും ആ ശില്പികളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം എപ്പോഴും കരുതണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായി പലവിധ ആവശ്യങ്ങൾ ഉണ്ടാകും. അതെല്ലാം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കല്പമായി തന്നെ നിലകൊള്ളട്ടെ. പ്രത്യക്ഷമായി ഇന്നത്തെ സങ്കല്പം നമ്മുടെ ഗുരുവിന്റെ വാഴ്ച തന്നെ ആവട്ടെ. ആനന്ദമേ പരമാനന്ദമേ, എന്റെ ഗുരുവിന്റെ സുഖവാഴ്ച ആനന്ദമേ. ആ സങ്കല്പത്തോടുകൂടി പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക. ആത്മനാഥൻ നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. നമ്മുടെ വള്ളിക്കാവ് ശാഖാശ്രമത്തിൽ നമ്മുടെ പുതിയ ഛായാചിത്രം ഒരുക്കി പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അത് കൊണ്ടുപോകാനുള്ള ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കനകകിരീടങ്ങളും കനകാഭരണങ്ങളും ചാർത്തി വളരെ മനോഹരമായത് ഒരുക്കിയിരിക്കുകയാണ്. അതിവിടെ നിന്നും ഇപ്പോൾ യാത്ര തിരിച്ച് വള്ളിക്കാവിലേക്ക് പോകുന്നതാണ്. അതുപോലെ തിരുവനന്തപുരം ശാഖാശ്രമ വാർഷികം കഴിഞ്ഞ് സന്താനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാം കാണേണ്ടതുണ്ട്. അവരുടെ ആവലാദികൾ കേൾക്കേണ്ടതുണ്ട്. നേർച്ച കാഴ്ചകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഛായാചിത്രത്തെ ദർശിച്ച് അനുഗ്രഹിച്ച് അയക്കേണ്ടതായുണ്ട്. എല്ലാം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നുവെങ്കിലും നിങ്ങളോടുകൂടി ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ സ്തുതികളും സങ്കല്പങ്ങളും എല്ലാം സ്വീകരിക്കാൻ ഞാൻ നിങ്ങളോടുകൂടി തന്നെ ഉണ്ട്. എപ്പോഴും ആ ശ്രദ്ധയോടുകൂടി നിങ്ങൾ സ്തുതിക്കുക. മഹാശക്തി ഇതെല്ലാം സ്വീകരിക്കട്ടെ. ഉന്നതനായ ലോകത്തിൽ വാഴട്ടെ, ഉന്നതനായി വാഴട്ടെ. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, കാണുന്നു കണ്ണനെ ബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. ആത്മപ്രകാശമായി വാഴുന്നു. മായയും മർത്യനും ഒന്നായി ലോകജീവിതം
നിത്യാനന്ദമാകുന്ന നിത്യമോക്ഷത്തിനുമാകുന്നു വരുവാനുള്ളവർക്കും മുൻപേ കടന്നുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും നിത്യാനന്ദം നൽകുന്ന നിത്യസത്യമാർന്നങ്ങളെ ആദർശത്തെയും ആദർശ നിയമങ്ങളെയും സമ്പൂർണ്ണ ജ്ഞാന വഴികളെയും ഓരേഴകൾക്കായി ദാനം ചെയ്ത പരിശുദ്ധം ഓ സർവ്വവതാരമൂർത്തികളോടും സർവവഹിക്കണമേ, ദർശിക്കണമേ, ആനന്ദിപ്പിക്കണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ, എന്നും വാഴണമേ. സമസ്തവും മഹിമയും